ദിക്ർ ചൊല്ലിയിട്ട് ചൊല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ദിക്ർ ചൊല്ലുന്നുണ്ട്, പക്ഷെ അവര് ചൊല്ലുന്നില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ദിക്റുകളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്ക്. നമ്മുടെ ദിക്റുകളിലേക്ക് കണ്ണോടിച്ചു നോക്ക്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അക്ഷരങ്ങളോട് നീതി പുലർത്തി പറയുന്നുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. അത് കഴിഞ്ഞു. എത്ര സ്പീഡിലാണെന്നറിയോ? എത്ര സ്പീഡിലാണ് നമ്മൾ ദിക്ർ ചൊല്ലുന്നത്? സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുണ്ടോ? സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ പറയാറുണ്ടോ? വാസ്തവത്തിൽ ഇല്ല എന്നാണ് പറയാൻ സാധിക്കുക. ഒരു വട്ടം ചിലപ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്, പിന്നെ സുബ് എന്നാ പോടെ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയാൻ ഞാൻ അത് ദിക്റാകുമോ? സുബ്ഹാനല്ലാഹ് എന്നൊരു ദിക്റുണ്ടോ? സുബ് 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 എന്ന് പറയുന്നൊരു ദിക്റുണ്ടോ? അൽഹംദുലില്ലാഹ് എന്നതല്ലേ ദിക്റാകൂ? അൽഹംദുലില്ലാഹ് 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 ഒരു ദിക്റുണ്ടോ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ പോണം 33 തവണ. അങ്ങനെ പോണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എത്ര സ്പീഡിലാണ് നമ്മൾ, എത്ര വിദഗ്ധന്മാരാ നമ്മൾ അറിയാം ദിക്ർ ചൊല്ലാൻ. വല്ലാത്ത കൗണ്ടിങ് ആണ് നമ്മുടെ കൗണ്ടിങ്. അതീവ സ്പീഡിൽ പോകും. വിരലുകൾ ഇങ്ങനെ പോവല്ലേ? അങ്ങനെ ദിക്ർ ചൊല്ലണ്ട, കാര്യമില്ല. അതുകൊണ്ട് അക്ഷരങ്ങളോട് നീതി പുലർത്ത്. ദിക്റുകളുടെ ഏറ്റവും പരിപൂർണമായ പ്രതിഫലം ലഭിക്കണോ? ഖൽബും ലിസാനും പങ്കെടുക്കണം. ഖൽബും ലിസാനും ചൊല്ലുന്ന ദിക്ർ എന്താണെന്ന് അറിഞ്ഞ് ഖൽബിൽ അറിഞ്ഞു പറയേ, അതാണ് പരിപൂർണ പ്രതിഫലം കിട്ടുകയുള്ളൂ. കേവലം ലിസാനു കൊണ്ട് മാത്രമാകുമ്പോ അതിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടൂല. അതുകൊണ്ട് അറിഞ്ഞു പറയുക, നീതി പുലർത്തുക. സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ പോട്ടെ. അൽഹംദുലില്ലാഹ് 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു അങ്ങനെയുണ്ടോ ഒരു ദിക്ർ? നമ്മളെ ദിക്ർ പലപ്പോഴും അങ്ങനെയല്ലേ? വളരെ ഗൗരവത്തോടെ ആലോചിക്കൂ സഹോദര. 1500 അല്ലെങ്കിൽ 5000 ഒരു ദിവസം നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന ദിക്ർ രാത്രിയിൽ ചൊല്ലുന്ന 100ന്റെ 1000 കൂട്ടിയാൽ 6000ത്തോളം ഹസനാത്തുകൾ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന ദിക്ർ. ഇങ്ങനെ ചൊല്ലിയാൽ അവിടെ കിട്ടുവോ? അതവിടെ രേഖപ്പെടുത്തപ്പെടുവോ? അതുകൊണ്ട് ഇതിനോടൊക്കെ ദിക്റുകൾ കുറെ ആൾക്കാർ ചെല്ലുന്നുണ്ട്, പക്ഷെ അതിങ്ങനെ അതിനെക്കുറിച്ചൊരു ബോധമില്ലാതെ ചൊല്ലുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ദിക്റുകളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അതറിഞ്ഞു പറയണം. അതറിഞ്ഞു പറഞ്ഞാലേ അതിന്റെ പൂർണ്ണമായ പ്രതിഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യു ദുആഇ അസ്മഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തരം ചെയ്യുന്ന ദുആ ഏതാണ്? ജൗഫുൽ ലൈൽ, രാത്രിയുടെ അവസാന സമയങ്ങളിൽ രാവിന്റെ ഉള്ളിൽ ചോദിക്കുന്ന തേട്ടങ്ങൾ. അതുപോലെ തന്നെ നിസ്കാരങ്ങളുടെ പിറകെ അവിടെ പണ്ഡിതന്മാർ പല നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന്, കഴിയുമെങ്കിൽ നിസ്കാരത്തിന്റെ അകത്താണ് ഏറ്റവും ശ്രേഷ്ഠം. ദുആകള് നിസ്കാരത്തിന്റെ അകത്ത് തശഹ്ഹുദ് ചൊല്ലിയിട്ട് സലാം വിട്ടുന്നതിന്റെ മുമ്പ് പറയാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് ദുആകൾ, അല്ലെങ്കിൽ ശേഷം. അപ്പൊ സഹോദരങ്ങളെ, ഏറ്റവും പ്രാധാന്യം ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ജീവിതത്തിൽ വലിയ തിരക്കുള്ളവരാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഒന്നിനും നേരല്ല. മര്യാദക്കൊന്നിരുന്ന് ദിക്ർ നിർവഹിക്കുവാൻ നമുക്ക് സമയമല്ല. നേരത്തെ പറഞ്ഞതാണ് വിഷയം. ശൈത്താൻ നമ്മുടെ മനസ്സിൽ തിരക്ക് തോന്നിപ്പിച്ചിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധി ഓർക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.